തലയെന്ന് നിങ്ങൾ പറയുമ്പോൾ ലോകത്തിൽ തലയെന്ന് രണ്ട് തരത്തിൽ പറയാറുണ്ട്. ഹെഡ് ഓഫ് ദ ഗവൺമെൻറ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ തല. ഈ ശരീരത്തിൻ്റെ തലയും അതുപോലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, ഹെഡ് ഓഫ് ദ കൺട്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിന് നിങ്ങളെപ്പറ്റി ഒരു ചിന്തയും ഉണ്ടായിരിക്കണമെന്നില്ല. ഈ ജോലി ചെയ്തു തീർക്കണം. നീ മടിയനാണോ, ഉറക്കം വരുന്നോ, നീ എന്തായാലും ഈ ജോലി നാളെ രാവിലേക്ക് മുമ്പ് ചെയ്തു തീർക്കണം. ചെയ്തില്ലെങ്കിൽ നിനക്ക് ശിക്ഷ കിട്ടും. നീ അത് ചെയ്തിരിക്കണം. അവർ വളരെ കർക്കശക്കാരാണ്. എന്നാൽ ഈ ശരീരത്തിൻ്റെ തല അത് വ്യത്യസ്തമാണ്. ശരീരത്തിൻ്റെ തലയും അവയവങ്ങൾക്ക് ചില കൽപ്പനകൾ കൊടുക്കാറുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളൊരു പിയാനോ വായിക്കുകയാണ്. നിങ്ങളുടെ വിരലുകളും കണ്ണും കൈയുമൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കണം. എല്ലാ അവയവവും ആ കൽപ്പന അനുസരിക്കുന്നു. എന്നാൽ തല ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ വളരെ ചെറിയ ഒരു മുറിവുണ്ടെന്ന് കൂട്ടിക്കോ. നിങ്ങളുടെ കൈകളിൽ പെട്ടെന്ന് തന്നെ എൻ്റെ തല നിങ്ങളുടെ മറ്റേ കൈയോട് പറയും എന്തെങ്കിലും പോയി ചെയ്യുക, എന്തെങ്കിലും മരുന്ന് അവിടെ പുരട്ടുക, എന്തെങ്കിലും കൊണ്ടൊന്ന് കെട്ടിക്കൊടുക്കുക. ഒരു ഉറുമ്പ് മറ്റേ കയ്യിൽ കടിച്ചാൽ പോലും, അല്ലെങ്കിൽ ഒരു കൊതുക് വന്ന് നിങ്ങളുടെ കയ്യിൽ കടിക്കുന്നു, പെട്ടെന്ന് തന്നെ തല പറയും മറ്റേ കൈ കൊണ്ട് അതിനെ അടിച്ചു കൊല്ലുക. അതാണ് ആ തലയ്ക്ക് ശരീരത്തോടുള്ള കടപ്പാട്. ഒരു ചെറിയ കൊതുക് നിങ്ങളുടെ കയ്യിൽ വന്നിരുന്നാൽ തന്നെ മറ്റേ കൈയോട് പറയാം അതിന് ഓടിച്ചു വിടാൻ, കാരണം ശരീരം വേദനിക്കരുത്. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കേണ്ട അങ്ങനെയാണ്. അതാണ് സ്നേഹം. നാം ആരും അതിൽ പൂർണ്ണരല്ല, ആരും അതിൽ പൂർണ്ണരായിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയുന്ന തല എന്താണെന്നാണ്. തലയെന്ന് പറഞ്ഞാൽ ശരീരത്തെ നിയന്ത്രിക്കുന്നത് മാത്രമല്ല, അതിനുവേണ്ടി കരുതുന്നവനുമാണ്. അതുകൊണ്ട് ഭാര്യ എന്താണ് ചെയ്യേണ്ടത്? അവിടെ ഭർത്താവിനെ ബഹുമാനിക്കണം. അവിടെ തലയായിട്ട്, അവിടെ കുടുംബത്തിലെ അധികാരിയായിട്ട്, വചനം അനുസരിക്കുന്നതിനല്ലെങ്കിലും അവന് കീഴ്പ്പെട്ടിരിക്കുക. ദൈവവചനത്തിന് വിരുദ്ധമായിട്ടൊരു കാര്യം ചെയ്യാൻ അവൻ പറയുന്നെങ്കിൽ എങ്കിൽ ബഹുമാനത്തോടെ നിങ്ങൾ പറയണം, പ്രിയപ്പെട്ടവനെ, ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു, നീ എൻ്റെ തലയാണ്. എന്നാൽ നിനക്ക് മീതെ മറ്റൊരു തലയുണ്ട്, അത് ദൈവമാണ്. ഞാൻ അവൻ്റെ അധികാരത്തിലാണ് നീ എന്നോടിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവവചനത്തിൽ ചെയ്യരുതെന്ന് ദൈവം എന്നോട് പറയുന്ന കാര്യമാണ്. ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും എനിക്കത് ചെയ്യാൻ കഴിയില്ല. അവനൊരു വിഗ്രഹത്തിന് മുമ്പിൽ വണങ്ങാൻ പറഞ്ഞാൽ, കള്ളം പറയാൻ പറഞ്ഞാൽ, ഒരു വ്യാജ പ്രമാണത്തിൽ ഒപ്പിടാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായ ഒരു കാര്യം ചെയ്യാനായിട്ട് അവൻ നിങ്ങളോട് പറഞ്ഞാൽ, എങ്കിൽ നിങ്ങൾ സ്നേഹത്തോടെ പറയണം, ധാർഷ്ട്യത്തോടെ അല്ല. സ്നേഹത്തോടെ കീഴ്പ്പെട്ട് പറയുക, എനിക്കത് ചെയ്യാൻ കഴിയില്ല, കാരണം എൻ്റെ ദൈവം അത് അനുവദിച്ചിട്ടില്ല, അതുകൊണ്ട് അത് എനിക്ക് ചെയ്യാൻ കഴിയില്ല. എൻ്റെ മനസ്സാക്ഷി അനുവദിക്കുന്ന ഏത് കാര്യവും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഇത് പറയാൻ കാരണം ഇതുപോലുള്ള അനേക സാഹചര്യങ്ങൾ നാം കടന്നു പോകാറുണ്ട്, പ്രത്യേകിച്ച് എൻ്റെ നാടായ ഇന്ത്യയിൽ. കാരണം ഒരുപക്ഷെ ഭർത്താവ് അക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളായിരിക്കും. അവൻ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരാളായിരിക്കാം. തൻ്റെ ഭാര്യയും വിഗ്രഹത്തെ ആരാധിക്കണമെന്ന് അവൻ ആഗ്രഹിക്കും. എന്നാൽ അവൾ പറയണം, എനിക്കതിന് കഴിയില്ല. അതുകൊണ്ട് ഭർത്താവിനെ ബഹുമാനിക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവവചനത്തോട് നീ അനുസരണക്കേട് കാണിക്കണമെന്നല്ല. അല്ല. ഇതുപോലെ ഭാര്യയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിൻ്റെ വീടിൻ്റെ തല അവളായിരിക്കണമെന്നല്ല. അല്ല. അതുകൊണ്ട് കാര്യങ്ങൾ മറുതലയിലേക്ക് എത്താതിരിക്കാനായിട്ട് നാം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ദൈവവചനം സമതുലിതമാണ്. ഇത് നാം തിരിച്ചറിയുന്ന മനോഹരമാണ്. സഭയും കർത്താവുമായിട്ടുള്ള ആ ബന്ധം അത് 31, 32 വാക്യങ്ങളിൽ വിവരിച്ച് പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ തൻ്റെ അപ്പനെയും അമ്മയും വിട്ടുപറിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവരൊരു ശരീരമാകും. ഈ മർമ്മം വലിയത്. ഒരു ദേഹമാവെന്ന് പറഞ്ഞാൽ ലൈംഗികതയല്ല, അതല്ല അതിൻ്റെ അർത്ഥം. അല്ല, അതിനപ്പുറത്തുള്ളൊരു കാര്യമാണ്. ഞാൻ ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശത്തിൽ പറയുന്നു. അത് ജഡീക ബന്ധമല്ല. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം അത് ആത്മീകമാണ്. അവൻ ഇതാണ് പറയുന്നത്, ഈ ലോകത്തിൽ മനുഷ്യനും സ്ത്രീയും ലൈംഗിക ബന്ധത്തിൽ ഒന്നാവും. ക്രിസ്തുവും സഭയും ആത്മാവിൽ ഒന്നായി തീരുകയാണ്. നീയും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിൽ ഈ മാതൃക തന്നെ ആയിരിക്കണം. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും പരസ്പരം ആത്മാവിൽ കൂടുതൽ ഒന്നാകണം. നിങ്ങൾ വിവാഹം കഴിച്ചപ്പോൾ ആത്മാവിലുള്ള ഒരുമ നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലായിരിക്കാം. ശാരീരിക ബന്ധത്തിലൂടെ ആകാം ആദ്യ നാളുകളിൽ നിങ്ങൾ ഒന്നായത്. എന്നാൽ ആത്മാവിൽ നിങ്ങൾ ഒന്നാകാനായിട്ട് കൂടുതൽ നിങ്ങൾ അതിനുവേണ്ടി അധ്വാനിക്കേണ്ട ആവശ്യമുണ്ട്. അതിന് നിങ്ങൾ അധ്വാനിക്കണം. ലോകത്തിലുള്ള ആളുകൾ പറയാറുണ്ട്, ശരിയായ തരത്തിലുള്ള ഒരു ശാരീരിക ബന്ധത്തിന് ഇതുപോലെ ചിലത് നിങ്ങൾ ചെയ്യണം. എന്നാൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും എന്നുള്ള ആത്മീയ ബന്ധത്തിന് ഇതിൽ കൂടുതൽ അധ്വാനം ആവശ്യമുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ വിവാഹ ജീവിതത്തിൻ്റെ ആത്മീയ മാനം നിങ്ങൾ കാര്യമാക്കുന്നില്ലെങ്കിൽ
നീ ഒരു മൃഗത്തിൻ്റെ നിലവാരത്തിലേക്ക് താണുവരും. മൃഗങ്ങൾ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നത് എങ്ങനെയാണ്? അതുപോലെ ഒരു ഭാര്യയും ഭർത്താവും ജഡികമായിട്ട് നോക്കിയാൽ ഒരുപോലാണ്. അതിൻ്റെ ഫലവും ഒരുപോലാണ്, മക്കൾ ജനിക്കുക. ഒരു ആൺനായയും പെൺനായയും തമ്മിലുള്ള ബന്ധത്തേക്കാൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ശാരീരിക ബന്ധം വ്യത്യാസമാണ്. അതിനൊരു പട്ടിക്കുട്ടി ജനിക്കും. എന്നാൽ മനുഷ്യൻ്റെ കാര്യത്തിൽ അതല്ല. മൃഗങ്ങളുടെ തമ്മിലുള്ള ഇണചേരലിൽ ആത്മീയമായിട്ട് ഒന്നായി ചേരുക എന്നുള്ളൊരു കാര്യം സംഭവിക്കുന്നില്ല. നിങ്ങളുടെ ശാരീരിക ബന്ധത്തിൽ ഭർത്താവും ഭാര്യയുമായിട്ട് ഇതുപോലൊരു ആത്മീയ കൂട്ടായ്മ ഉണ്ടാകുന്നില്ലെങ്കിൽ, ആ ആത്മീയ മാനം സംഭവിക്കുന്നില്ലെങ്കിൽ, അത് ജഡത്തിൽ മാത്രമാണെങ്കിൽ നിങ്ങൾ പറയുമായിരിക്കും ഞാൻ മക്കളെയൊക്കെ പരിപാലിക്കുന്നവനാണ്. ഒരു നായയും അതുപോലെ ഒരു സിംഹവും അതും അതിൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പരിപാലിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് ഒരു പ്രത്യേകതയുമില്ല. മൃഗങ്ങളും അത് ചെയ്യാറുണ്ട്. എന്നാൽ മൃഗങ്ങൾക്കില്ലാത്ത ആത്മാവിൽ ഒന്നായി ചേരുന്ന ആ ബന്ധം നീയും നിൻ്റെ ഭാര്യയുമായിട്ട് നിനക്കുണ്ടാകണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ ദൃഢമായി നിലനിർത്തുന്നത്. അതിന് നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഇപ്രകാരം ഒരു പറച്ചിലുണ്ട്: ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവർ ഒരുമിച്ച് തുടരും. നിങ്ങളുടെ പ്രാർത്ഥന അർത്ഥമുള്ളതായിരിക്കണം. ആചാരപരമായിട്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന കാര്യമല്ല. ഞാൻ വിശ്വസിക്കുന്നു കുടുംബങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യണം. ഞാൻ വിശ്വസിക്കുന്നു ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് വിനോദങ്ങളിൽ ഏർപ്പെടണം. അവരൊരുമിച്ച് പ്രാർത്ഥിക്കുന്ന പോലെ. അങ്ങനെ പ്രാർത്ഥനയിൽ തുടരുമ്പം പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഒരുമിച്ച് തുടരുമ്പം അവർ വിനോദങ്ങളിൽ ഏർപ്പെടണം. കുടുംബങ്ങൾ പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് കളിക്കുകയും ചെയ്യണം. ചിലർ വളരെ ഗൗരവക്കാരാണ്, മക്കളോടൊപ്പം കളിക്കില്ല. ഗൗരവക്കാരായ ചില ഭർത്താക്കന്മാർ ഭാര്യയോട് തമാശ പറയില്ല. അതുപോലെ ഭാര്യ ഭർത്താവിനോടും തമാശകൾ പറയില്ല. അനേക വർഷങ്ങളായിട്ട് ഞാൻ അനേക വിശ്വാസികളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരെ ഞാൻ എത്തിച്ചേർന്ന ഒരു നിഗമനം, അതിന് വേദപുസ്തകത്തിൽ നിന്നൊരു വാക്യം കാണിക്കാൻ കഴിയില്ല എനിക്ക്. എന്നാൽ അനേക വർഷങ്ങളായിട്ട് അനേക കുടുംബങ്ങളെ കാണുകയും അനേക വിശ്വാസികൾക്ക് ഉപദേശങ്ങൾ കൊടുക്കുകയും ചെയ്ത ശേഷം ഞാൻ മനസ്സിലാക്കിയത്, അതുപോലെ സഹോദരന്മാർ തമ്മിലുള്ള ബന്ധത്തിലും സഹോദരിമാർ തമ്മിലുള്ള ബന്ധത്തിലും ഞാൻ ആത്യന്തികമായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം, എന്താണ് ശരിയായ ഒരു ബന്ധത്തിൻ്റെ പരിശോധന? സഹോദരന്മാർ തമ്മിലും സഹോദരിമാർ തമ്മിൽ അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അവർ ഒരുമിച്ച് സഭയിൽ പോകുന്നവരാണെന്നുള്ളതല്ല. ഒരുമിച്ച് സഭയിൽ പോയി വീട്ടിൽ വഴക്കുണ്ടാക്കാം അവർക്ക്. അവരൊരുമിച്ച് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതുമല്ല. അതിരാവിലെയോ അല്ലെങ്കിൽ വൈകിട്ട് ഒരുമിച്ച് കൂടിയുള്ള പ്രാർത്ഥനയോ അല്ലെങ്കിൽ ഒരുമിച്ച് വേദപുസ്തകം വായിക്കുന്നതോ. പിന്നെ എന്താണ്? ഒരുമിച്ച് തമാശകൾ പറയുന്നത്. നിൻ്റെ ഭാര്യയോട് നിനക്കൊരു തമാശ പറയാൻ കഴിയില്ലെങ്കിൽ ഞാൻ പറയും നിങ്ങൾ തമ്മിലുള്ള ബന്ധം ശരിയായതല്ല. നിൻ്റെ ഭർത്താവിനോടൊരു തമാശ പറയാൻ കഴിയില്ലെങ്കിൽ നിനക്ക് അവനുമായിട്ടുള്ള ബന്ധം അത് ശരിയായിട്ടുള്ളതല്ല. അതിന് ഞാനൊരു തെളിവ് തരാം. ഭാര്യയും ഭർത്താവിനെ മറന്നുകളയുക. 2 സഹോദരന്മാർ, അവർക്കിടയിൽ മാനസികമായ ചില പൊരുത്തക്കേടുകളുണ്ടെന്ന് ചിന്തിക്കുക. അവനോട് ഒരുമിച്ച് വേദപുസ്തകം വായിക്കാൻ കഴിയുമോ? കഴിയും. അവനോടൊപ്പം സഭയിൽ പോകാൻ കഴിയുമോ? കഴിയും. അവനോടൊപ്പം മുട്ടുകുത്തി പ്രാർത്ഥിക്കാമോ? പറ്റും. അവനോട് തമാശ പറയാൻ കഴിയുമോ? ഇല്ല. കാരണം നിങ്ങൾക്ക് അവനോടൊരു നല്ല ബന്ധമില്ല. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ പരിശോധിച്ച് നോക്കൂ. നിങ്ങളുമായിട്ട് സംഘർഷമുള്ള ഒരാളെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ. എങ്ങനെ ആയിരിക്കും നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ തമ്മിൽ ഒരു വാഗ്വാദം ഉണ്ടായി. അപ്പോഴും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. കുടുംബ പ്രാർത്ഥന ഒരു ആചാരമായിട്ട് ചെയ്യാൻ പറ്റും. ആ സമയത്ത് നിങ്ങൾക്ക് തമാശ പറയാൻ പറ്റുമോ? അതെന്താ തെളിയിക്കുന്നത്? അത് നിൻ്റെ ബന്ധത്തിൻ്റെ ഒരു പരിശോധനയാണ്. ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുന്ന ഒരു കാര്യമാണത്. ഞാനൊരു 100 വയസ്സായാലും എനിക്ക് എൻ്റെ ഭാര്യയോട് തമാശ പറയാൻ കഴിയണം. എന്തുകൊണ്ട് പറ്റില്ല? എൻ്റെ ഭാര്യയുമായിട്ടൊരു നല്ല ബന്ധം എനിക്ക് എപ്പോഴും വേണം. എൻ്റെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലും അവരോടും എനിക്ക് നല്ല ബന്ധം ഉണ്ടായിരിക്കണം. ഞാൻ തമാശ പറയുമ്പോൾ അവരെ വ്യക്തിപരമായിട്ട് കളിയാക്കുകയല്ല, എന്നെ സംബന്ധിച്ചുള്ളൊരു തമാശ ആയിരിക്കും പറയുന്നത്. നമ്മൾ ഒരാളെ അപമാനിക്കുകയല്ല. നമ്മുടെ തമാശകൾ ഒരിക്കലും മറ്റുള്ളവരെ അപമാനിക്കുന്നതായിരിക്കരുത്. നിൻ്റെ ഭാര്യയെ കളിയാക്കുകയല്ല, അത് തമാശയല്ല, അത് അവരെ അപമാനിക്കുകയാണ്.